ഈ മതവും ദൈവവും വ്യക്തിപരമായ കാര്യങ്ങളുമാണ്. വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പം ദൈവം ആവശ്യമുണ്ടായിരിക്കാം, താങ്കൾക്ക് ചിലപ്പം ദൈവചിന്ത പോലും ഇല്ലെങ്കിലും ആത്മവിശ്വാസത്തോടെ ധൈര്യമോടെ ജീവിക്കാനുള്ള മനഃശക്തിയുള്ള ആളായിരിക്കാം. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. കണ്ടക്ടർക്ക് അറിയാം, ബാലൻസ് ഉണ്ട്. എന്നാൽ പാസഞ്ചേഴ്സ് മുകളിലത്തെ കമ്പി പിടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെയാ. ഈ മുകളിൽ പിടിക്കാൻ കിട്ടിയൊരു കമ്പിയാണ് ദൈവം. അതേ പിടിച്ചാൽ നമുക്കൊരു ധൈര്യമാണ്, വീഴില്ല. ഒരു ബ്രേക്ക് ചവിട്ടിയാലും നമ്മൾ അതിജീവിക്കും. ആ ഒരു പിടുത്തം അത് വേണ്ടവരും ബലമായിട്ട് അതേ തന്നെ പിടിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. വേണ്ടവർ ഡെഫിനറ്റ്ലി ബാലൻസ് വേണം. ഈ കണ്ടക്ടർക്ക് സുപരിചിതമായി ഇത്രയും വർഷങ്ങളായി അയാൾക്കറിയാം ഇത് ബ്രേക്ക് ചവിട്ടിയാൽ അയാൾ നിൽക്കുന്ന ഒരു പ്രത്യേക പൊസിഷനിലായിരിക്കും. മനസ്സിലായില്ലേ? മുമ്പോട്ടും പുറകോട്ടും കാല് വെച്ചിട്ട് അയാൾ നിൽക്കുക. ചാരി അയാളൊരു ട്രൈപ്പോഡ് നാട്ടി വെച്ച പോലെ അയാൾ നിൽക്കുക, ബസ്സിൽ നിൽക്കുക. അയാൾക്കറിയാം ഒരുമാതിരി ചവിട്ടൊക്കെ വന്നാലും അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചാലും ഞാൻ ബാലൻസ് ചെയ്യും. അയാൾക്ക് ഈ കമ്പി പിടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തീരെ അത്യാവശ്യം ചിലപ്പോൾ അയാളും കയറി പിടിച്ചെന്നും ഇരിക്കും. അപ്പം ഇതാണ്. അല്ലാതെ അതിനെ നമ്മൾ ദൈവം അല്ലെങ്കിൽ മതം വേണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും അർത്ഥശൂന്യമായൊരു ചർച്ചയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വ്യക്തിപരമായിട്ടാണ്. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, വ്യക്തിപരമാണ് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും കാര്യം. എനിക്ക് ഇപ്പോൾ ഒരു മതത്തിൻ്റെ ഒരു നിയമാവലി മുഴുവൻ കാണാതെ പഠിച്ചനുസരിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റേതായ ലോജിക്കുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. അല്ലെങ്കിൽ മതം നമ്മളെ പഠിപ്പിച്ചതൊക്കെ അതിനേക്കാൾ ഭേദപ്പെട്ട രീതിയിൽ നമ്മൾ നടപ്പാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നുണ്ട് ആ നിയമങ്ങൾക്കപ്പുറമായി എന്നുണ്ടെങ്കിൽ, ഇപ്പം മനുഷ്യനെ സ്നേഹിക്കുക, പരസ്പരം സഹകരിക്കുക, സഹായിക്കുക. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ 10 കൽപ്പനകളുണ്ട്. ഈ 10 കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാന കാര്യം. ഈ കൽപ്പനകളിലൊന്നും തെറ്റുവരുത്താൻ പാടില്ല. അങ്ങനെ വെച്ചാൽ അയാൾ തെറ്റില്ലാത്തൊരു മനുഷ്യനാണെന്ന് വേണേൽ പറയാം. ഈ 10 കൽപ്പനകളല്ല, ഒരു 20 കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന എനിക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. ഇല്ല, ഈ 10 കൽപ്പനയല്ല, പിന്നെയും ഒരു 10 കൽപ്പനയും കൂടെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ മൈന്യൂട്ടായ കാര്യങ്ങൾ. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ മതത്തിന് ഉപരിയായുള്ളൊരു ഫിലോസഫിയിൽ ഞാൻ എത്തിയെന്നല്ലേ എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഈ 10 കൽപ്പനകളെല്ലാം കൂടെ ചേർന്ന ഒരു ഒറ്റ കൽപ്പനയായി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റി ഉദാത്തമായൊരു ജീവിതം നയിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ക്രിസ്ത്യാനി, കഴിഞ്ഞ മരിച്ചുപോയ പോപ്പ് പറഞ്ഞതുപോലെ പണ്ട് പറയുമായിരുന്നല്ലോ, ക്രിസ്ത്യാനികൾ സ്വർഗത്തിന് അവകാശികളാവണമെങ്കിൽ ക്രിസ്ത്യാനി ആവണമെന്നൊക്കെ വിശ്വാസം. അതിൻ്റെ ആവശ്യമില്ല, ഏത് മതത്തിലുള്ളവർക്ക് സ്വർഗത്തിലെത്താമെന്ന് പോപ്പ് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ ഫ്രാൻസിസ് പറഞ്ഞത്. പിന്നെ അപ്പം അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മതം വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയതയുടെ ഔന്നത്യത്തിലെത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഈ പറഞ്ഞ മതാനുശാസിക്കുന്നതിനപ്പുറമുള്ള ഉദാത്തമായൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ അതിൻ്റെ അർത്ഥം. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇതിനെയൊക്കെ പ്രത്യേക രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും അങ്ങനെ വിശ്വാസി സമൂഹത്തെ നിലനിർത്തേണ്ടതും ഒക്കെ മതം എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമാണ്. അതെ, പിടികിട്ടിയോ? അതെ, ആ ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കണ്ടേ? എത്രയോ ആയിരം ആളുകളുടെ ഈ മതം കൊണ്ട് ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണാതെ പോരുത്.